ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ടാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു 6-7 മാസം മുമ്പ് എനിക്ക് ഈ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. അതായത് ലെഫ്റ്റ് ഹാൻഡിന് ഭയങ്കര വേദന, ഈ നെക്ക് തൊട്ട് താഴോട്ട് ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിനെ പോയി കണ്ടു. അവർ കുറച്ച് ഫിസിയോ ചെയ്യാൻ പറഞ്ഞു, മെഡിസിനൊക്കെ തന്നു, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ തന്നു. ഫിസിയോ ചെയ്തപ്പോഴത്തേന് കുറയുന്നുണ്ട്, കുറച്ചൊക്കെ കുറഞ്ഞു, പക്ഷെ എന്നാലും അങ്ങോട്ട് പൂർണ്ണമായിട്ടും കുറയുന്നില്ലായിരുന്നേ. അന്നേരത്തേന് പിന്നെ ഒന്നും കൂടെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. അപ്പം പുള്ളിക്കാരി എനിക്ക് ന്യൂറോ സജസ്റ്റ് ചെയ്തു. ന്യൂറോ ഡോക്ടറിനെ കാണാനായിട്ട് സജസ്റ്റ് ചെയ്തു. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടാണ്. 6 മാസം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസമാണ്, തിങ്കളാഴ്ച, അതായത് December 2nd 2024 എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അന്നേരത്തേക്ക് എൻ്റെ ഈ കയ്യിലെ പെയിനൊക്കെ പോയി. പക്ഷേ അപ്പം ഇപ്പുറത്തെ കയ്യിലെ പെയിൻ തുടങ്ങി. എന്നാലും വെറുതെ ഇത്രയും നാൾ നോക്കിയിരുന്ന് കിട്ടിയ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് എനിക്കത് മിസ് ചെയ്യാൻ തോന്നിയില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ തണുപ്പാണല്ലോ ഇപ്പം. അപ്പം അങ്ങനെ കൈയൊക്കെ തണുത്ത അവിടെ ചെന്ന് നേരത്തിന് ഉടനെ തന്നെ നമ്മളോട് ചെയ്യുന്നത് നമ്മുടെ കൈയൊക്കെ വാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ ഡയറക്റ്റ്ലി പോയത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയിലോട്ടാണ്. ഇതിപ്പം മുഴുവൻ ഈ പ്രൊസീജിയറിൻ്റെ പേര് ഇലക്ട്രോമയോഗ്രാഫി, അതായത് EMG എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ് അവർ ചെയ്തത്. അതിന് 2 സ്റ്റെപ്പുണ്ട്. ഫസ്റ്റ് ഒരു ടെക്നീഷ്യനാണ് വന്നത്. ടെക്നീഷ്യൻ വന്നിട്ട് NCS ചെയ്തു, അതായത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്തു. അതായത് നമ്മുടെ ഈ കയ്യിലെ നെർവ്സിൻ്റെ ഒരു സ്റ്റഡിയാണ് ചെയ്തത്. അപ്പോൾ അവർ നമ്മുടെ ECGക്ക് വെക്കുന്ന പോലെ കുറച്ച് ഇലക്ട്രോഡ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വെക്കും. 2 ഇലക്ട്രോഡ്സ് വെക്കും. എന്നിട്ട് അവരുടെ ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് നമ്മുടെ കയ്യിലോട്ട് ചെറിയ ഇൻറ്റൻസിറ്റി കൂടി ആദ്യമേ കുറച്ച്, അത് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതലായിട്ട് ഇൻറ്റൻസിറ്റി കൂട്ടി ഇലക്ട്രിക് ഇമ്പൾസസ് നമ്മുടെ കൈ കൂടെ പാസ് ചെയ്യും. അത് പല സ്ഥലങ്ങളിലായിട്ട്, ഇവിടെ തുടങ്ങി, ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവർ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇവിടം വരെ, അതായത് ഈ പാർട്ടിൻ്റെ താഴെ വരെയുള്ള സ്ഥലങ്ങളിലോട്ടാണ് ഇത് ചെയ്തത്. അപ്പം ആദ്യമേ ചെയ്തപ്പോഴത്തേനും നമുക്ക് വലിയ ഫീലിങ്സ് ഒന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അവർ ആ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കൂട്ടിയപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ജെർക്ക് ചെയ്യുന്ന പോലെ കാണാം. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ആയപ്പോൾ ഫുൾ കൈ ഇങ്ങനെ ജെർക്ക് ചെയ്തു. അങ്ങനെ അപ്പോൾ അത് അവർ റീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ 2 കൈയിലും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഒരു ന്യൂറോളജിസ്റ്റാണ് വന്നത്. അപ്പോൾ പുള്ളിക്കാരനാണ് ഈ ഇലക്ട്രോമയോഗ്രഫി ചെയ്തത്. ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുമ്പം അതൊരു നീഡിൽ കൊണ്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ മസിൽസിൻ്റെ ഇതാണ് നോക്കുന്നത്. മസിലിനെ അസസ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റേത് നെർവിനെയും, ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ശരിക്കും അവർ നോക്കുന്നത് നെർവിൻ്റെ ഫങ്ഷനിങ്ങും, പിന്നെ ഇലക്ട്രോമയോഗ്രഫിയിൽ ചെയ്യുന്നത് നമ്മുടെ മസിലിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് അവർ നോക്കുന്നത്. അപ്പം ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ ഇവർക്കെല്ലാം കാണാൻ പറ്റും, ഈ ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിൽ ന്യൂറോളജിസ്റ്റ് വന്ന് ചെയ്തത് ഒരു ഇലക്ട്രോമയോഗ്രഫി. അതിനകത്ത് നമ്മുടെ അക്യുപഞ്ചറിൽ യൂസ് ചെയ്യുന്നതിൻ്റെ പോലത്തെ നീഡിലാണെന്ന് അവർ പറഞ്ഞത്. പക്ഷെ നമ്മുടെ സാധാരണ ബ്ലഡ് വിഡ്രോ ചെയ്യുന്ന നീഡിലിനെ കഴിഞ്ഞും ക്യാനുലാസിനെ കഴിഞ്ഞൊക്കെ കുഞ്ഞിതാണ്, ചെറിയ നീഡിലാണ്. അപ്പോൾ അത് ഈ നമ്മുടെ ഷോൾഡറിന് കീഴോട്ടുള്ള അത്യാവശ്യം മസിൽസിലെല്ലാം ഇത് പഞ്ച് ചെയ്തിട്ട് അവരവിടുത്തെ ആക്ടിവിറ്റീസ് നോക്കും. അപ്പോൾ ഇത് ഇലക്ട്രിക് ഇമ്പൾസ് അല്ല കേട്ടോ. ഇത് ജസ്റ്റ് ആ നീഡിൽ ഇങ്ങനെ ജസ്റ്റ് നീഡിൽ കൊണ്ട് പ്രിക്ക് ചെയ്ത നീഡിൽ അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഇതിൻ്റെ മസിലിൻ്റെ ഇപ്പോൾ പതിയെ നമ്മളോട് ചിലപ്പം ഇത് ഇച്ചിരി അവരുടെ കൈക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് പ്രഷർ കൊടുക്കാൻ പറയും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റില്ലായിട്ടിരിക്കാൻ പറയും. അങ്ങനെ ആ ഒരു നമ്മുടെ ഓരോ മൂവ്മെൻറ്റ്സിൻ്റെ സമയത്ത് ആ മസിലിൻ്റെ ആക്ടിവിറ്റീസ് അവർ നോക്കും. അപ്പം അങ്ങനെ നോക്കി 2 കൈയിൽ നോക്കി
പക്ഷേ പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെയിനല്ല, ശരിക്കും പറഞ്ഞാൽ നീഡിൽ ഇൻസേർട്ട് ചെയ്തപ്പോൾ എനിക്ക് പെയിൻ ഒന്നും തോന്നിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ആ നീഡിലിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല പെയിൻ തോന്നിയായിരുന്നു. ആ മസിൽ ഇങ്ങനെ ജസ്റ്റ് അവർക്ക് ആ ഇത് റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇപ്പം മൂവ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല പെയിന്, അത്യാവശ്യം നല്ല പെയിൻ എന്നല്ല, കുഴപ്പമില്ല, സഹിക്കാൻ പറ്റും, പക്ഷെ എന്നാലും പെയിൻ ഫീൽ ചെയ്തു. അപ്പം ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആകട്ടോ ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ പോകുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും. അപ്പം ഞാൻ വിചാരിച്ചു അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു അറിവായിക്കോട്ടെ എന്ന് ഓർത്തോണ്ട. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ചെയ്യാൻ വേണ്ടി പോകുമ്പം. എനിക്കറിയത്തേ ഇല്ലായിരുന്നു ഈ ഒരു സംഭവം ചെയ്യാനായിട്ടാണ് പോകുന്നതെന്ന്. അപ്പം അങ്ങനെ അത് ചെയ്തു. അപ്പം ഇത് മെയിനായിട്ടും അവർ നോക്കുന്നത് നമ്മുടെ ഈ നെക്കിൽ നിന്നാണ് ഈ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ നെക്കിൽ എന്തെങ്കിലും നെഴിവ് വല്ലതും പഞ്ചായി കിടപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ 5 മാസം 6 മാസമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അത് തന്നെത്താനെ ഹീലായി. അപ്പം അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണെന്നാണ് പറഞ്ഞത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ 2 കൈ നോക്കി. ഇപ്പോൾ ഈ കൈക്ക് എനിക്ക് അത്യാവശ്യം നല്ല വീക്ക്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഈ തമ്പിൽ ഇവിടെയായിരുന്നു, തമ്പിൽ ഭയങ്കര വേദനയായിരുന്നു. അതുപോലെ ഈ മുഴുവൻ കൈക്ക് വേദന, പക്ഷെ ഇവിടെ ഈ തള്ളവിരലിന് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അത് തന്നെ മാറി. അപ്പം ശരിക്കും അവർ പോകാനായിട്ടുള്ള റീസൺ ഇതാണ്. ഇത്രയും നാൾ കൂടി ഒരു ഇത് കിട്ടിയപ്പോഴത്തേന്, ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പം അതെന്താണെന്നൊന്നും അറിയാനും പിന്നെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ റൂൾ ഔട്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇലക്ട്രോമയോഗ്രാഫി EMG ആണ് ചെയ്തത്. അതിനൊരു 2 സ്റ്റെപ്പുണ്ട്. ഫസ്റ്റ് അവർ നെർവ് ടെസ്റ്റ് ചെയ്യും, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവർ മസിൽ ചെക്ക് ചെയ്യുന്നതാണ് ഈ നീഡിൽ കൊണ്ടുള്ള സംഭവം. അപ്പം എല്ലാവർക്കും ഇച്ചിരിയെങ്കിലും അതുകൊണ്ട് ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. എന്നും പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, തിരുത്താനുണ്ടെങ്കിൽ എപ്പോഴും പറയാം. ഓൾവേസ് വെൽക്കം. അപ്പോൾ ശരി, ബൈ ബൈ.